ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഞങ്ങള് ഇന്ന് കുത്തുകൊള്ളാൻ പോവാനല്ലോ അല്ല. ടാറ്റ കൊടുക്ക്. ടാറ്റാ. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന് 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ പോവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് ഒന്നും അറിയില്ല, പാവം. എവിടെയോ ടാറ്റ പോവാന്ന് വിചാരിച്ച് ചാടി കയറി വന്നേക്കുക. കൊച്ചിനറിയില്ലല്ലോ കുത്താൻ പാടുന്നു. അങ്ങനെ ഞങ്ങൾ കുത്തുകൊള്ളാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ കറങ്ങി നടക്കാനും ടാറ്റ പോകാനൊക്കെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളിത് കണ്ടോ? ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് കാണുന്ന ഒരു ചിറ കേട്ടോ. നല്ല വലിപ്പമുള്ള ഒരു ചിറയാണ്. ചങ്ങഞ്ചിറ എന്നാണ് ഈ ചിറയുടെ പേര്. ഇവിടെ എന്തോ ഒരു പദ്ധതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ആശുപത്രിയിലെത്തി കേട്ടോ. പോയി വരാട്ടോ. ഞങ്ങൾ കുത്തിയിട്ട് വരാം, പോയി വരാം. കുഞ്ഞിപ്പെണ്ണിന് എന്താ ഇവിടെ സംഭവിക്കാൻ പോണേന്നൊന്നും ഒരു ഐഡിയ ഇല്ല, പാവം. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പേര് വിളിച്ചു. നമ്മുടെ കുഞ്ഞിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതിയെടുത്തു. പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം കുഞ്ഞിപ്പെണ്ണിനെ നമ്മളത് ഒരു ഊഞ്ഞാലിയിൽ ഇരുത്തി. പിന്നെ എന്ത് ചെയ്താൽ അവളെ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങി വരില്ല. ആട്ടാട്ടം എന്നും പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം എടുക്കാൻ നോക്കണത് കേട്ടോ. എന്ത് ചെയ്താൽ അവൾ വരില്ല. പിന്നെ ഒരു കുതിരേനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ അവിടെ നിന്ന് വന്നു. പിന്നെ കുറച്ച് നേരം അവൾ ആ കുതിരവണ്ടിയിലും ഇരുന്ന് കളിച്ചു. കൊച്ചു വിചാരിച്ച് കാണുമ്പോൾ എൻ്റെ പാർക്കിലും വന്നതായിരിക്കുന്നു, പാവം. പിന്നെ അവിടെ നിന്ന് ഒരു കുഞ്ഞുവാവയുടെ കരച്ചിൽ കേട്ടപ്പോൾ എന്തിനാ വാവ കരയണേന്ന് അറിയാൻ വേണ്ടി ഒന്ന് കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ പോയി നിൽക്കുക കേട്ടോ. കുനിഞ്ഞു കിടന്ന് നോക്കണുണ്ട് എന്താ അവിടെ സംഭവം എന്നറിയാൻ. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മേ മാവ കരയണോന്ന് പറയുക എന്നോട്. പിന്നെ നമ്മുടെ പേര് വിളിച്ചതേ നമ്മൾ കുത്തുകൊള്ളാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യം അവർ നമുക്ക് മരുന്നാട്ടോ കൊടുത്തത്. മരുന്ന് കഴിക്കാൻ ഇതൊക്കെ എന്തു മടിയാണെന്നറിയോ. എന്ത് ചെയ്തവളും മരുന്ന് കഴിക്കില്ല. അതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത്. ഇഞ്ചക്ഷൻ പിന്നെ 1.5 വയസ്സിൽ ഒരെണ്ണം നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുള്ളൂ. ഒരെണ്ണം MMR നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എടുക്കണം. അപ്പോൾ ഇനി അത് അടുത്ത മാസം എടുക്കാമെന്ന് പറഞ്ഞു അവർ. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് എൻ്റെ കാര്യം ഗോവിന്ദ ആയിരിക്കുന്ന ഞാൻ കരുതി കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് കരച്ചത് നിർത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആളൊക്കെ ആയിട്ടോ. ഞാൻ പിടിച്ചത് ഇങ്ങനെ ഒരു കറക്കം കറങ്ങിയപ്പോഴേക്കും ആൾ സെറ്റായി. നല്ല ചിരിയൊക്കെ ചിരിച്ച് റെഡി മണിയായി. പിന്നെ അവർ നമുക്ക് കൊച്ചിന് കൊടുക്കാനുള്ള പനിയുടെ മരുന്ന് തന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. 20 മിനിറ്റിന് ശേഷം വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ബാക്കിൽ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്കും ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അവളവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കുഞ്ഞിപ്പെണ്ണ് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി അവസാനിച്ചു. വീട്ടിൽ ചെന്ന് മരുന്ന് കൊടുക്കണം. സന്തോഷമായോ ഗോപിയേട്ടാ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ബൈ ബൈ.